നമസ്കാരം. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. മുതലപ്പുഴി ഹാർബർ തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെ ദിനം പ്രതി അപകടങ്ങൾ നടക്കുന്ന ഒരു മരണപ്പൊഴിയായി മത്സ്യത്തൊഴിലാളികൾക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു മുതലപ്പുഴി. ഈ മുതലപ്പുഴി ഹാർബറിൽ മരണക്കയങ്ങളിൽപ്പെട്ടത് 80-ലധികം മത്സ്യത്തൊഴിലാളികളാണ്. ഈ ധീരന്മാരായ മത്സ്യത്തൊഴിലാളികൾ കടലിൽ മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചെത്തി തീരത്തേക്ക് അവർക്ക് കിട്ടിയ മത്സ്യവുമായി തീരത്തണയുന്നതിന് തൊട്ടു മുൻപാണ് ഈ പൊഴിമുഖത്ത് കടലടിച്ച് അവർ ചുഴിയിൽപ്പെട്ടു മരിക്കുന്നത്. ഇതിനൊരു പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. രാഷ്ട്രീയമായി മാറി മാറി വരുന്ന സർക്കാരുകൾ പല കാര്യങ്ങൾ പറയുന്നെങ്കിലും ഇതിന് ഭൂമിശാസ്ത്രപരമായി ഇതിന് ഒരു പരിഹാരമില്ല. കാരണം ഇത് ഒരു ഫിഷിംഗ് ഹാർബറിന് പറ്റിയ ഒരു പൊഴിയല്ല. ഇത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലയിൽ വർഷങ്ങളായി പരിചയമുള്ള മത്സ്യത്തൊഴിലാളികളും കടൽ വിദഗ്ധരുമൊക്കെ സമ്മതിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ എങ്ങനെ ഈ പൊഴിയിൽ ഒരു ഹാർബർ വന്നു? അത് ആ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ നിരന്തരമായി സമരം ചെയ്യുകയും റോഡ് ഉപരോധിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലത്ത് പള്ളിയുമൊക്കെ ചേർന്ന് നിന്ന് ഇങ്ങനൊരു ഹാർബർ വേണം, ഇവിടെ തുറമുഖം വേണം എന്ന് പറഞ്ഞ് ഉപരോധങ്ങൾ നടത്തി നേടിയെടുത്തതാണ് മുതലപ്പുഴി. പക്ഷേ ഈ മുതലപ്പുഴി മരണപ്പൊഴിയായി മാറിക്കഴിഞ്ഞപ്പോൾ ഈ സമരം ചെയ്തവർ തന്നെ പറയുന്നു, എനിക്ക് തന്നെ നേരിട്ട് അനുഭവമുണ്ട്. മുതലപ്പുഴിയിലും മാമ്പള്ളിയിലുമൊക്കെ മരണപ്പെട്ട വീടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മമാർ, അവിടുത്തെ അനുജന്മാർ അല്ലെങ്കിൽ അവരുടെ മക്കൾ ഇതൊരു മരണപ്പൊഴിയാണ്, ഞങ്ങൾക്കിത് വേണ്ട എന്നവർ പറയും. പക്ഷേ ഇതാരും ചെവിക്കൊള്ളുന്നില്ല. ഇവിടെ കോൺട്രാക്ടർമാരും അതുപോലെ തന്നെ വിദഗ്ധരും എൻജിനീയറിംഗ് വിദഗ്ധരുമൊക്കെ പലതരം പഠനങ്ങൾ നടത്തുകയും ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ വേണ്ട ഭേദഗതികൾ വരുത്തുകയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കൊല്ലത്തെ ആഴക്കടൽ വിദഗ്ധനായ ശ്രീമാൻ ചാർലി ജോസഫ്, യന്ത്രവൽകൃത മത്സ്യത്തൊഴിലാളികളുടെ ആദ്യകാല നേതാവും ഇപ്പോഴും മത്സ്യബന്ധന രംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ശ്രീമാൻ ചാർലി ജോസഫ് നോട്ടിക്കൽ ടൈംസിനോട് പറഞ്ഞത്, ഇവിടെ ഒരിക്കലും ഒരു അഴി അല്ലെങ്കിൽ മത്സ്യബന്ധനം നടത്താൻ യാനങ്ങൾക്ക് കടന്നു വരാനും പോകാനും പറ്റുന്ന ഒരിടമല്ല. ഇതൊരു മരണച്ചുഴിയാണ്. കാരണം ഇവിടെ വേലിയേറ്റവും വേലിയിറക്കവുമില്ല. കേരളത്തിൽ ഇപ്പോൾ കൊല്ലത്ത് നീണ്ടകരയിലും അല്ലെങ്കിൽ ബേപ്പൂരും അല്ലെങ്കിൽ പൊന്നാനിയിലും അങ്ങനെ അഴിമുഖങ്ങളുള്ള ശക്തമായ വേലിയേറ്റവും വേലിയിറക്കവും ഉള്ള പൊഴിമുഖങ്ങളുള്ള സ്ഥലത്താണ് ഹാർബറുകൾക്ക് സാധ്യത. ഇവിടെ നമ്മൾ ഈ പൊഴി വർഷകാലത്ത് മുറിച്ചു വിടുന്നൊരു പൊഴിയാണ്, അവിടെ ഒഴുക്കില്ല. അപ്പോൾ ഇവിടെ ഈ ബ്രേക്ക് വാട്ടർ ഉണ്ടാക്കി ഈ പൊഴി നിർമ്മിച്ച് 12,000-ലധികം വള്ളങ്ങൾ, മുതലപ്പുഴിയിൽ നിന്ന് വടക്കോട്ട് 12,000-ലധികം വള്ളങ്ങളും മത്സ്യത്തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പൊഴിയൂർ, അഞ്ചുതെങ്ങ് തുടങ്ങിയ മാമ്പള്ളി തുടങ്ങിയ മേഖലകൾ, ആ മേഖലകളിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തി വരാനുള്ള ഒരു സൗകര്യത്തിനാണ് ഇത് ചെയ്തത്. പക്ഷേ അവിടെയുള്ളവരാണ് ഇപ്പോൾ ഈ മരണക്കയത്തിലേക്ക് വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൊഴി ബ്രേക്ക് വാട്ടർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിന് വടക്ക് വശത്ത് മനോഹരമായ കടൽ തീരങ്ങളായിരുന്നു. ആ കടൽ തീരങ്ങൾ ഒന്നൊന്നായി കടൽ കയറി ഇല്ലാതായി. ആ കടൽ തീരത്ത് വള്ളങ്ങൾ അടുപ്പിച്ച് കയറ്റി വെക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ വള്ളങ്ങൾ അതിനടുത്തേക്ക് വന്നാൽ അഗാധമായ പൊഴിയിൽപ്പെട്ട വള്ളങ്ങൾ കവരുകയും അവിടെയും അപകടം ഉണ്ടാവും. അങ്ങനെ ഒരു ദുരന്തം വിതയ്ക്കുന്ന പൊഴിമുഖമായി മുതലപ്പുഴി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മത്സ്യത്തൊഴിലാളികളുടെ നിർദ്ദേശം എന്നുള്ള നിലയിൽ അവർ പറയുന്നത് ഇത് അടയ്ക്കുക. പിന്നെ എവിടെ? അപ്പോഴാണ് ഒരു ചോദ്യം ഉയരുന്നത്. വിഴിഞ്ഞം ആധുനിക ഹാർബർ, വിഴിഞ്ഞം കണ്ടെയ്ൻമെൻറ്റ് ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം വന്നപ്പോൾ നമ്മുടെ സർക്കാർ ഒപ്പിട്ട കരാറിൽ ഈ തുറമുഖത്തിൻ്റെ ഫേസ് 1 ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ആധുനികമായ ഒരു തുറമുഖം നിർമ്മിച്ചു നൽകാമെന്ന്. അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആധുനികമായ തുറമുഖം, വിഴിഞ്ഞം തുറമുഖം, അന്താരാഷ്ട്ര തുറമുഖം സജ്ജമാവുന്നതോടൊപ്പം തന്നെ ആധുനിക തുറമുഖം വരും. ഈ ആധുനിക തുറമുഖത്തേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് വരികയും വർക്കല മുതൽ കൊല്ലത്തു നിന്ന് തെക്കോട്ടുള്ള ഈ വള്ളങ്ങൾക്ക് ഇവിടെ അടുക്കുകയും ഇവിടെ മത്സ്യവിപണനം നടത്താനും ഒക്കെ പറ്റുന്ന ആധുനിക തുറമുഖം, ഹൈജനിക്കായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയുള്ള കടൽ അപകടങ്ങൾ ഉണ്ടാകാത്ത ആധുനിക തുറമുഖം. പക്ഷേ അതവിടെ രണ്ടാം ഘട്ടം തുടങ്ങി. ഇത് കപ്പലുകൾ 1000 കപ്പലുകൾ എടുത്തു.
ഇതെല്ലാം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശത്തും ഉള്ളവർക്ക് ലഭിക്കേണ്ട ചില കാര്യങ്ങൾ അത് ആരും അത് ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇപ്പോൾ കരാർ വന്നു, കരാറിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു, രാഷ്ട്രീയ വിവാദങ്ങൾ നടക്കുന്നു. പക്ഷേ ഇതിൽ ചവിട്ടി മെതിക്കപ്പെടുന്ന ഒരു വിഭാഗം, ഒരു വശത്ത് ഈ പിന്നെ വിഴിഞ്ഞത്തിൻ്റെ ബ്രേക്ക് വാട്ടർ ഇനിയും നീളുകയാണ്. ആ നീളുമ്പോൾ വടക്കോട്ട് അതിൻ്റെ തീരങ്ങൾക്കെല്ലാം ക്ഷതമുണ്ടാകും. നമ്മുടെ ശംഖുമുഖം തൊട്ട് നമുക്കറിയാവുന്നതല്ലേ. അപ്പം അത്തരം ക്ഷതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് ഉപജീവനം നടത്തുന്ന മത്സ്യമേഖലയെ നിലനിർത്താൻ ഇപ്പോൾ മുതലപ്പൊഴി ഒരു അപകട പൊഴിയാണെങ്കിൽ അവിടെ ബാർജുകൾ എടുക്കുകയും അദാനിയുടെ പാറ കൊണ്ടുപോകാനും ഒക്കെ ആ തുറമുഖം ഉപയോഗിച്ചിട്ടുണ്ട്, ആ പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വലിയ ബാർജുകൾക്ക് വന്നെടുക്കാം. അതുപോലെയല്ല ഫൈബർ വള്ളങ്ങൾ. അപ്പോൾ അങ്ങനെ മത്സ്യബന്ധനം നടത്താൻ ഉപയുക്തമല്ലാത്ത ആ തുറമുഖം അത് ക്ലോസ് ചെയ്യുകയും ആധുനികമായ ഈ തുറമുഖം ഈ വടക്കൻ ഭാഗത്തുള്ള അല്ലെങ്കിൽ തെക്കു നിന്നുള്ള എല്ലാ വള്ളങ്ങൾക്കും വന്നെടുക്കുവാനും അവർക്ക് മത്സ്യബന്ധനം നടത്തുവാനുമുള്ള സംവിധാനം. അപ്പോൾ അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. അപ്പോൾ അത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. കാരണം ഇനിയിപ്പോൾ വർഷകാലത്ത് ഇപ്പോൾ മൺസൂൺ ആണ്, ഇനിയും അപ്രതീക്ഷിതമായിട്ടാണ് കടലിൽ കാറ്റും കോളും വരുന്നത്. ഇല്ലെങ്കിൽ പോലും ദിവസവും മുതലപ്പുഴയിൽ അപകടം നടക്കുന്നത്. മുതലപ്പുഴയിൽ അപകടം നടക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അപകടം നടക്കുന്നു. വിദഗ്ധരായ നീന്തൽ അറിയാവുന്ന ധീരന്മാരായ മത്സ്യത്തൊഴിലാളികളായതുകൊണ്ടാണ് അവരുടെ യാനങ്ങൾ നഷ്ടപ്പെടുകയും അവരുടെ ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്യുന്നത്. ഇപ്പോൾ സെൻട്രൽ വാട്ടർ കമ്മീഷൻ പ്രകാരം ഇടതുവശത്തെ പുലിമുട്ട് നീട്ടുകയും വലതുവശത്ത് കുറയ്ക്കുകയും അങ്ങനെ ഒരുപാട് ഭേദഗതികൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മദ്രാസ് IITയും ഭേദഗതികൾ പറഞ്ഞിട്ടുണ്ട്. BJPയുടെ നേതൃത്വത്തിലെ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ഇത് കേന്ദ്രത്തിൽ നിന്ന് എത്രയോ കോടി അനുവദിക്കും ഇവിടെ ഇത് വീണ്ടും മെച്ചപ്പെടുത്താൻ. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ അധികാരമേറ്റ UDF സർക്കാരിൻ്റെ ഫിഷറീസ് മന്ത്രിയും ജലവിഭവ മന്ത്രിയും അവിടെ വന്നു. കടലിൽ കല്ലിടുക എന്നുള്ളതാണ്. അപ്പോൾ കടലിൽ കല്ലിട്ടാലും എന്ത് ചെയ്താലും വേലിയേറ്റവും വേലിയിറക്കവും ഇല്ലാത്തൊരു പൊഴിമുഖത്ത് മണ്ണടിഞ്ഞുകൊണ്ടേയിരിക്കും. 365 ദിവസവും ട്രെഡ് ചെയ്താലും മണ്ണടിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ആ പൊഴിമുഖം അടച്ച് അല്ലെങ്കിൽ ആ മത്സ്യബന്ധന ഹാർബർ അടച്ചിട്ട് വിഴിഞ്ഞം ആധുനിക ഹാർബർ തരൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അവർക്ക് ആ വിഴിഞ്ഞം ആധുനിക ഹാർബർ ഉണ്ടെങ്കിൽ അവരുടെ ഉപജീവനം നടക്കും. അവരുടെ സീസൺ കാലത്ത് അവിടെ സുഗമമായി എടുക്കാം. അപ്പോൾ നമ്മുടെ കണ്ടെയ്ൻമെൻറ്റ് ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം ലോകോത്തരമായി വളർന്ന് ഉദ്ഘാടനം ചെയ്തു. 2ാം ഘട്ടത്തിനും തുടക്കം കുറിച്ചു. എന്നിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ഓഫർ ചെയ്ത ആ തുറമുഖം എന്തുകൊണ്ട് വന്നില്ല? അത് വരണം.